ഹിജാബ് വിലക്കുന്ന സ്കൂളുകളുടെ കണക്കെടുത്ത് സമസ്തയുടെ കീഴിലുള്ള യുവജന വിദ്യാർത്ഥി സംഘടനകൾ വർഗീയത പരത്തുന്ന സ്കൂളുകളെ കണ്ടെത്താനാണ് ശ്രമമെന്നാണ് വിശദീകരണം. മുസ്ലിം പെൺകുട്ടികൾക്ക് മതാചാരപ്രകാരം വസ്ത്രം ധരിക്കാൻ അനുമതി നിഷേധിക്കുന്നത് കേരളത്തിൽ വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിലാണ് തീരുമാനമെന്നും സംഘടന വിശദീകരിക്കുന്നു. ഗൂഗിൾ ഫോം വഴിയുള്ള വിവരശേഖരണത്തിന് കണക്ക് പരസ്യപ്പെടുത്തുമെന്നാണ് പ്രഖ്യാപനം. ഹിജാബ് വിഷയത്തിൽ പുതിയ ഒരു നീക്കവുമായിട്ടാണ് മുസ്ലിം സാമുദായിക സംഘടനകളുടെ അല്ലെങ്കിൽ സംഘടനകളുടെ നേതാക്കളുടെ നീക്കങ്ങൾ. SKSS നേതാവായ സത്താർ പന്തലൂരിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് ഈ പുതിയ നീക്കങ്ങളുടെ അടിസ്ഥാനം. മുസ്ലിം പെൺകുട്ടികൾക്ക് മതാചാരപ്രകാരം വസ്ത്രം ധരിക്കാൻ അനുമതിയില്ലാത്ത സ്ഥാപനങ്ങളുടെ കണക്ക് ശേഖരിക്കുന്നു എന്നൊരു FB പോസ്റ്റാണ് അദ്ദേഹം ഇട്ടത്. മാത്രമല്ല ആ പോസ്റ്റിൽ തന്നെ ഒരു ഗൂഗിൾ ഫോമിൽ ഏത് സ്ഥാപനമാണ് എവിടെയാണ് എന്നുള്ള വിശദാംശങ്ങൾ നൽകാനുള്ള സംവിധാനങ്ങളും ഒരുക്കിയിരുന്നു. അത്തരത്തിൽ ഈ ഒരു മുസ്ലിം വേഷം ധരിക്കാൻ അനുവദിക്കാത്ത സ്ഥാപനങ്ങൾ ഏതെല്ലാമാണെന്ന് മനസ്സിലാക്കുവാനും അവരെ പരസ്യപ്പെടുത്തുവാനുമാണ് ഒരു നീക്കമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. വലിയ തോതിൽ തന്നെ ഇത് ചർച്ചയാവുകയും ഇത് മറ്റൊരു വർഗീയ വേർതിരിവിനുള്ള നീക്കമായിട്ട് വിമർശിക്കുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. എന്നാൽ ഇത് സംബന്ധിച്ച് സത്താർ പന്തലൂർ തന്നെ പറയുന്നത് അത്തരത്തിലൊരു പരസ്യപ്പെടുത്തി ഒരു വിഷയം കൂടുതൽ വഷളാക്കാനുള്ള ശ്രമമല്ല, മറിച്ച് ഈ സ്ഥാപനങ്ങൾ ഏതെല്ലാമാണെന്ന് ബോധ്യപ്പെട്ട് അവരെ ഈ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ സർവേ എന്നാണ് അദ്ദേഹത്തിന്റെ വിശദീകരണം ഉണ്ടായത്. പ്രശ്നങ്ങളുള്ള സ്ഥാപനങ്ങൾ ഏതാണെന്ന് കണ്ടെത്തുകയും നല്ല രീതിയിൽ ആ വിഷയങ്ങൾ ഇവിടെ പരിഹരിക്കപ്പെടുന്ന സാഹചര്യത്തിലേക്ക് എത്തണം. നമുക്കറിയാം, ധാരാളം ക്രിസ്ത്യൻ മാനേജ്മെന്റുകളുടെ കീഴിലുള്ള സ്കൂളുകളിൽ ധാരാളം മുസ്ലിം വിദ്യാർത്ഥികൾ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവർക്ക് ശിരോവസ്ത്രം ധരിക്കാനുള്ള അനുമതിയുണ്ട്. ആ മതസ്വാതന്ത്ര്യത്തോടുകൂടി അവർ പഠിക്കുന്നുണ്ട്. നല്ല മക്കളായിട്ട് പഠിച്ചു വരുന്നുണ്ട്. അങ്ങനെ ധാരാളം സ്ഥാപനങ്ങളുണ്ട്. പക്ഷേ ഒറ്റപ്പെട്ട ചില സ്ഥാപനങ്ങളിൽ നിന്ന് നമ്മുടെ നാടിന് ഒട്ടും ആശ്വാസകരമല്ലാത്ത രീതിയിലുള്ള ഇത്തരം പ്രവണതകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത്തരം സ്ഥാപനങ്ങൾ ഏതാണെന്ന് തിരിച്ചറിയുകയും ആ സ്ഥാപനങ്ങളുമായിട്ട് നല്ല നിലയിൽ ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള ചില ശ്രമങ്ങൾ നടത്താനാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഞാൻ ഒരു സംഘടനയുടെ ലേബൽ ഇത് തുടങ്ങിക്കഴിഞ്ഞാൽ മറ്റു പല ആളുകൾക്കും സഹകരിക്കാൻ പ്രയാസമുണ്ടാവും. എല്ലാ സംഘടനകളുടെയും ലീഡേഴ്സ് എന്നെ വിളിച്ചിരുന്നു, അവർ സഹകരിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. സ്വാഭാവികമായിട്ട് അതിന്റെ ലിസ്റ്റ് ഒക്കെ തയ്യാറായി കഴിയുന്ന മുറക്ക് നല്ല രീതിയിൽ അത്തരം കേന്ദ്രങ്ങൾ ബന്ധപ്പെട്ടുകൊണ്ട് പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തും. എന്നാൽ ഇതിന് വലിയ തോതിൽ തന്നെ വിമർശനവും ഉയരുന്നുണ്ട്. ഇത്തരത്തിൽ ഒരു സ്ഥാപനങ്ങളുടെ വിശദാംശങ്ങൾ പരസ്യപ്പെടുത്തുന്നത് ഈ ഒരു സാമുദായിക സൗഹാർദ്ദം അത് നഷ്ടപ്പെടുത്തുന്ന സാഹചര്യം തീർക്കുമെന്ന വിമർശനമാണ് ഉയരുന്നത്. ഒരു പക്ഷേ ഇപ്പോൾ ഒന്ന് അടങ്ങിയ പ്രശ്നങ്ങൾ വീണ്ടും ഉയർന്നു വരാനുള്ള സാഹചര്യം ഉണ്ടാകും. മാത്രമല്ല സമസ്ത നേരിട്ടല്ലെങ്കിൽ പോലും മറ്റു സാമുദായിക സംഘടനകളും ഇതിൻ്റെ ചുവട് പിടിച്ചു വരികയാണെങ്കിൽ മറുവശത്ത് ക്രൈസ്തവ അല്ലെങ്കിൽ മറ്റു മത സ്ഥാപനങ്ങളുടെ ഭാഗമായിട്ടുള്ള സംഘടനകളും ഇതേ നീക്കവുമായി വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഒരു പ്രശ്നം കൂടുതൽ വഷളാക്കുന്ന തരത്തിലേക്ക് ഈ സാഹചര്യങ്ങൾ എത്തിച്ചേരുമെന്നൊരു വിലയിരുത്തലും ഇതിൻ്റെ ഭാഗമായിട്ട് ഉയരുന്നുണ്ട്. എന്നാൽ സമസ്തയടക്കമുള്ള സംഘടനകൾ നേരിട്ട് ഇതിൽ ഇടപെടുന്നില്ല എന്നൊരു വിശദീകരണമാണ് അവർ നൽകുന്നതെങ്കിൽ പോലും സമസ്തയുടെ ഭാഗമായിട്ടുള്ള പോഷക സംഘടനകളുടെ നേതാക്കളാണ് ഇത്തരം നീക്കങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത്. ഇത് നിലവിൽ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള നീക്കങ്ങളുടെ ഭാഗമായിട്ടാണ് എന്ന് അവർ വിശദീകരിക്കുമ്പോഴും എന്തായിരിക്കും ഇതിൻ്റെ അടുത്തൊരു ഘട്ടം ഉണ്ടാവുക, എങ്ങനെയായിരിക്കും ഇത് ഫലത്തിൽ വരിക എന്നതാണ് കണ്ടറിയേണ്ടത്. നിലവിൽ എല്ലാം പരിഹരിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ നീക്കങ്ങളെന്ന് നേതാക്കൾ പറയുമ്പോഴും ഉയരുന്ന ആശങ്ക ഇത് സാഹചര്യങ്ങൾ മോശമാക്കുമോ എന്നുള്ളതാണ്. മലപ്പുറത്ത് നിന്നും CV അനുമോദ്, ന്യൂസ് 18. ഹിജാബ് വിവാദത്തിൽ മന്ത്രി V ശിവൻകുട്ടിയുടെ നിലപാട് ആത്മാർത്ഥതയില്ലാത്തതെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി VP ദുൽഖിഫിൽ. മന്ത്രി പറയുന്നതനുസരിച്ചല്ല പ്രവർത്തിക്കുന്നത്. ഇത് കാരണം കുട്ടിക്ക് പഠനം നിർത്തേണ്ടി വന്നെന്നും ദുൽഖിഫിൽ പറഞ്ഞു. സത്യത്തിൽ ഹിജാബിന്റെ വിഷയത്തിൽ ഓപ്പറേഷൻ സക്സസ് ആയിരുന്നു, പക്ഷെ കുട്ടി മരിക്കുന്ന അവസ്ഥയാണ് ഉണ്ടായത്. കാരണം മന്ത്രി വലിയ രീതിയിലുള്ള സംസാരമൊക്കെ സംസാരിച്ചെങ്കിലും ആ കുട്ടിക്ക് പഠനം നിർത്തിപ്പോകേണ്ടി വരുന്ന അവസ്ഥ കേരളത്തിൽ ഉണ്ടായി എന്നുള്ളതാണ്. ഇത് ആദ്യത്തെ സംഭവമൊന്നുമല്ല. ഇത്തരം വിഷയങ്ങൾ വരുമ്പോൾ മന്ത്രി വലിയ രീതിയിലുള്ള സംസാരിക്കും, പക്ഷേ അവസാനത്തെ റിസൾട്ട് അത് RSSന് അനുകൂലമായിരിക്കും, സംഘപരിവാറിന് അനുകൂലമായിരിക്കും. നമുക്കറിയാം, പാലക്കാട് സ്കൂളിലെ ബോംബ് സ്ഫോടനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്ന് മന്ത്രി പ്രസ്താവിച്ച പ്രസ്താവന അതിൻ്റെ NOC ഞങ്ങൾ പിൻവലിക്കുമെന്നതാണ്. കഴിഞ്ഞ 3 മാസമായിട്ട് അതിനെക്കുറിച്ച് അദ്ദേഹത്തിന് മിണ്ടാട്ടമില്ല. ഈ വിഷയത്തിലും അദ്ദേഹം 2018 ജസ്റ്റിസ് മുസ്താഫിൻ്റെ വിധിയുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അത് സിംഗിൾ ബെഞ്ചിൻ്റെ വിധിയാണ്.
പുനഃസംഘടനയിൽ തഴയപ്പെട്ട ചാണ്ടി ഉമ്മനും അബിൻ വർക്കിക്കുമായുള്ള ഓർത്തഡോക്സ് സഭയുടെ സമ്മർദ്ദം തള്ളി കോൺഗ്രസ്. സഭയുടെ തീരുമാനം അനുസരിച്ചല്ല കോൺഗ്രസ് പുനഃസംഘടന നടക്കുകയെന്ന് കെപിസിസി അധ്യക്ഷൻ സണ്ണി ജോസഫ് പ്രതികരിച്ചു. അതേസമയം ഓർത്തഡോക്സുകാരായി ചാപ്പ കുത്തുന്നത് തിരിച്ചടിയാകുമോ എന്ന ആശങ്ക ഇരു നേതാക്കൾക്കുമുണ്ട്. പാർട്ടിയിലെ വളർച്ചയ്ക്ക് വെല്ലുവിളി ഉയർത്തുന്ന ഈ നീക്കത്തെ തുടക്കത്തിലെ തടയാനാണ് ചാണ്ടി ഉമ്മന്റെ ശ്രമം. യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് അബിൻ വർക്കിക്ക് അവസരം നിഷേധിക്കപ്പെടുകയും അതുമായി ബന്ധപ്പെട്ട വലിയ വിമർശനങ്ങൾ തുടരുന്നതിനിടയിൽ കെപിസിസി പുനഃസംഘടനയിൽ ചാണ്ടി ഉമ്മന് കൃത്യമായ ഒരു പരിഗണന ലഭിക്കാതിരിക്കുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് ഓർത്തഡോക്സ് സഭയുടെ കോട്ടയം ഭദ്രാസനാധിപൻ ഉൾപ്പെടെ കഴിഞ്ഞ ദിവസം ഇതിൽ നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് രംഗത്തെത്തിയത്. തുടർന്ന് 2 മെത്രാപ്പൊലീത്തമാരാണ് ഈ രണ്ടുപേരും, അതായത് ചാണ്ടി ഉമ്മനും അബിൻ വർക്കിയും സഭയുടെ മക്കളാണ്, ഭാവിയുടെ വാഗ്ദാനങ്ങളാണ് എന്ന തരത്തിൽ അവർക്കുള്ള പരിഗണന ലഭിക്കാതിരുന്നതിനുള്ള അമർഷം വ്യക്തമാക്കുന്ന പ്രതികരണങ്ങളുമായി രംഗത്തെത്തിയത്. അതിലാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വത്തിന്റെ പ്രതികരണം ഉൾപ്പെടെ വരുന്നത്. കെപിസിസി അധ്യക്ഷൻ ഇങ്ങനെ സഭയുടെ മാനദണ്ഡങ്ങൾക്ക് അനുസരിച്ചല്ല പാർട്ടിയുടെ പ്രവർത്തനമെന്ന് ഒരു വശത്ത് നിലപാട് പറയുമ്പോഴും ഇതുണ്ടാക്കാനിടയുള്ള പ്രത്യാഘാതങ്ങളെക്കുറിച്ച് കോൺഗ്രസ് നേതൃത്വത്തിന് കൃത്യമായ ബോധ്യമുണ്ട്. പ്രത്യേകിച്ച് മധ്യ കേരളത്തിൽ കോട്ടയത്തും പത്തനംതിട്ടയിലും ഇടുക്കിയിലും എറണാകുളത്തും വലിയ സ്വാധീനമുള്ള ക്രൈസ്തവ സഭയാണ് ഓർത്തഡോക്സ് സഭ. അതുകൊണ്ട് തന്നെ അവരെ അത്തരത്തിൽ പ്രകോപിപ്പിച്ച് പിണക്കിക്കൊണ്ട് മുമ്പോട്ട് പോകാൻ കോൺഗ്രസ് നേതൃത്വത്തിന് കഴിയില്ല. അതുകൊണ്ട് തന്നെ നിലവിലുണ്ടായിരിക്കുന്ന ഈ പ്രതിസന്ധിക്ക് പരിഹാരം കാണുന്നതിന്റെ ഭാഗമായി മഞ്ഞുരുക്കൽ ശ്രമങ്ങളുടെ ഭാഗമായി ചാണ്ടി ഉമ്മനും അബിൻ വർക്കിക്കും ദേശീയ തലത്തിൽ ഒരു പരിഗണന നൽകാനുള്ള കൂടിയാലോചനകൾ കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് പുരോഗമിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഹൈക്കമാൻഡിന്റെ ഇടപെടലിലൂടെ ചാണ്ടിയെയും അബിനെയും അനുനയിപ്പിച്ചുകൊണ്ട് ഓർത്തഡോക്സ് സഭയ്ക്ക് ഈ വിഷയത്തിലുള്ള ഒരു ആശങ്കയ്ക്ക് പരിഹാരം കാണുന്നതിനുള്ള ചർച്ചകളും കൂടിയാലോചനകളും സജീവമായി പുരോഗമിക്കുകയാണെന്ന സൂചനകളാണ് പുറത്തുവരുന്നത്. പാർട്ടിക്ക് വഴങ്ങാതെ ജി സുധാകരൻ. കുട്ടനാട്ടിൽ നടക്കുന്ന VS അച്യുതാനന്ദൻ പുരസ്കാര ചടങ്ങിൽ സുധാകരൻ പങ്കെടുക്കില്ല. പരിപാടി അവർ നടത്തിക്കോളും, അവിടെ ആളുണ്ടല്ലോ എന്നായിരുന്നു സുധാകരന്റെ പ്രതികരണം. CPM ജില്ലാ സെക്രട്ടറി നേരിട്ടെത്തി ക്ഷണിച്ച പരിപാടിയിൽ നിന്നാണ് സുധാകരൻ വിട്ടുനിൽക്കുന്നത്. താൻ ഉൾപ്പെടെ മുൻകാല കർഷക തൊഴിലാളി നേതാക്കളുടെ പേര് പോലും ഇല്ലാത്ത നോട്ടീസ് പുറത്തിറക്കിയതിനാലാണ് സുധാകരന്റെ അതൃപ്തി. ദീർഘകാല കുട്ടനാട് താലൂക്ക് കമ്മിറ്റി സെക്രട്ടറിയും കർഷക തൊഴിലാളി മാസികയുടെ എഡിറ്ററുമായിരുന്നു സുധാകരൻ. അതിനിടെ സുധാകരനെ കൂടെ നിർത്താൻ UDF ശ്രമം തുടങ്ങി. RSP മുൻ ജനറൽ സെക്രട്ടറി TJ ചന്ദ്രചൂഡന്റെ പേരിൽ നൽകി വരുന്ന അവാർഡ് ജി സുധാകരനാണ്. ഈ മാസം 31-ന് തിരുവനന്തപുരത്ത് നടക്കുന്ന അനുസ്മരണ യോഗത്തിൽ അവാർഡ് വിതരണം ചെയ്യും. അനുസ്മരണ യോഗം പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. ശബരിമല സ്വർണ്ണ മോഷണത്തിൽ 1-ാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ നിന്ന് സ്വർണവും രേഖകളും പിടിച്ചെടുത്ത് പ്രത്യേക അന്വേഷണ സംഘം. തിരുവനന്തപുരം കാരേറ്റിലെ വീട്ടിലെ പരിശോധന 8 മണിക്കൂർ നീണ്ടു. മോഷണത്തിന് ഗൂഢാലോചന നടന്ന ബംഗളൂരുവിലടക്കം പ്രത്യേക അന്വേഷണ സംഘം വൈകാതെ തെളിവെടുപ്പ് നടത്തും. പ്രതിപട്ടികയിൽ ഉൾപ്പെട്ട തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ജീവനക്കാരായ മുരാരി ബാബു, സുനിൽകുമാർ ഉൾപ്പെടെയുള്ളവരെ ഉടൻ ചോദ്യം ചെയ്യും.